അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും റവയും ഉണ്ടെങ്കിൽ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാറ്റോ ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒരു ഉള്ളി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു ഉള്ളി മതിയാവും 2 ഉരുളക്കിഴങ്ങിന്. ഇനി ഇതിലേക്ക് ഞാൻ ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മീറ്റ് മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്, വറക്കാത്ത റവയാണ് കേട്ടോ. അത് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവ് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഒരു എല്ലാ ഭാഗത്തേക്കും എല്ലാം ആവുള്ളൂ. കൈ വെച്ച് കുഴക്കുന്ന സമയത്താണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഷേപ്പും നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ചീസിൻ്റെ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസും ചെഡർ ചീസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൊസറല്ല മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കുക, ചെഡർ മാത്രമാണെങ്കിൽ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബോളുകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് ചീസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ്റെ മസാല എന്ത് ഫില്ലിങ്ങും നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും, ഉൾഭാഗം നല്ല ക്രീമി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പല്ല വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ആക്കിയെടുക്കുക, അല്ലെങ്കിൽ കബാബിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ നിങ്ങളുടെ എന്താ പറയുക ഭാവനയ്ക്ക് അനുസരിച്ച് ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബോളുകളാക്കി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പ്രത്യേകിച്ച് നമുക്ക് ബോളുകളാക്കിയാലും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. പൊട്ടാറ്റോ ഒക്കെ വെന്താണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മൈദ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്താണ് കുക്കായി കിട്ടാനൊക്കെ കുറച്ചിത്. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മാവൊന്നും ചേർത്തിട്ടില്ല, റവ മാത്രമേ ചേർത്തിട്ടുള്ളൂ. റവ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കുക. കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മോസറല്ല ചീസ് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിസ്സയുടെ ആ ഒരു ഇതുപോലെ തന്നെ നൂലുകളായിട്ട് ഇങ്ങനെ വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സമൂസയുടെ ഒരു ചിക്കൻ്റെ ഒരു മസാല ഉണ്ട്, അതും കൂടെ ചെയ്തിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനൊന്നും ആ ഒരു ഫില്ലിങ് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറച്ചിയുടെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ചീസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
നമ്മൾ എന്തിനേലും ഉണ്ടാക്കിയ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിലും വെജിറ്റബിൾ ഫില്ലിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിലത്തെ ഒരു ഫില്ലിങ് പൊട്ടി പുറത്ത് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്നൊന്നും കാണിക്കണില്ല കേട്ടോ. ഞാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ചീസാകുമ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ചീസിൻ്റെ ഇതൊക്കെ അവർക്കാണല്ലോ കൂടുതൽ ഇഷ്ടം, ചീസ് റെസിപ്പിയൊക്കെ. ഈ ചീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതിലാണോ ഫ്രൈ ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഓരോ ബോളുകൾ ഇട്ടെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ഭാഗം റെഡി ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഒന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് മാത്രമല്ല, നമ്മുടെ ആ ഒരു ചീസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ആയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് ഓരോന്നും കോരിയെടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ടെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കൂട്ടി വെക്കുക. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഉൾഭാഗം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് സമയം ഓയിലിൽ കിടന്നിട്ട് നമ്മൾ അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ നന്നായിട്ട് ചൂടായാലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കൂല കേട്ടോ. ഉൾഭാഗത്തേക്ക് ഓയിൽ തന്നെ കയറൂല. അപ്പോൾ ബാക്കി എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.